പേരൻസിനോടാണ്. സോ ഇപ്പൊ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പേരൻസിനെ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. സംഭവമൊക്കെ ശരിയാണ്, എല്ലാ പേരൻസും സ്വന്തം മക്കളെ ജീവിതത്തിൽ രക്ഷപ്പെട്ട് കാണാൻ വേണ്ടി മാത്രമേ ആഗ്രഹിക്കുള്ളൂ. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? അതായത് നിങ്ങളുടെ മക്കളെ ജീവിതത്തിൽ രക്ഷപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർക്കും ഉണ്ടാവില്ല ഒരുപാട് ആഗ്രഹങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ ഞാനിപ്പോ പറഞ്ഞുതരാം. ഈ കുറച്ച് നാളത്തെ റിപ്പോർട്ട്സുകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സൂസൈഡ് കേസ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, അതും ടീനേജേഴ്സ്. അവൻ അങ്ങനെ സൂസൈഡ് ചെയ്യാനുള്ള റീസൺ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ മിക്ക പേരൻസും പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലെന്ന് വെച്ചാൽ ഈ വർഷം നല്ലോണം പഠിച്ചാലാണ് നിനക്ക് അടുത്ത വർഷം നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ, അങ്ങനെ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാലാണ് നിനക്ക് നല്ലൊരു ജോബ് കിട്ടുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ഇപ്പൊ പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ പിള്ളേരും ഒരേപോലെയല്ല. ചിലർക്ക് പഠിക്കാനായിരിക്കും കഴിവ്, ചിലർക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും കഴിവ്. സോ പിള്ളേരെ മാക്സിമം അവരുടെ പാഷന്റെ പുറകെ വിടാൻ ശ്രമിക്കുക, അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. കാരണം പിള്ളേർക്ക് താല്പര്യമില്ലാതെ നിങ്ങൾ അവരെ തല്ലി പ്രേരിപ്പിച്ച് പഠിപ്പിക്കുന്നതിന് ഒരു അർത്ഥമില്ല. അവസാനം റിസൾട്ട് വന്ന് മാർക്ക് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അവരെ തല്ലൂന്ന് പിടിച്ച് അവർ സൂസൈഡ് ചെയ്യുള്ളൂ. വെള്ളത്തിൽ നല്ലോണം കിടന്ന് നീന്തുന്ന ഒരു മീനെ പിടിച്ചിട്ട് മരം കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും കയറാൻ പറ്റില്ല, അത് ശ്വാസം മുട്ടി ചത്തുപോകുള്ളൂ. സോ ഇനിയും പിള്ളേരെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാൻ നോക്കാതെ അവനെ അവന്റെ വഴിക്ക് വിടാൻ നോക്കുക. ജീവിതത്തിൽ ഒന്നും അല്ലാതായി പോകുന്നതിനേക്കാൾ